കടലിൻ്റെ മുകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വമ്പൻ ഹോട്ടലാണിത്. ഒരു ഐലൻഡ് കംപ്ലീറ്റ് കടലിന് മുകളിൽ ഒരു പണിതുണ്ടാക്കിയാണ്. ഇത് കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ കാണുന്നത്. ഇത് കളിസ്ഥലം, അതും കടലിൻ്റെ മുകളിൽ തന്നെ പണിതേക്കണത്. കംപ്ലീറ്റ് കടലിൻ്റെ മുകളിലുള്ള ഒരു വില്ലേജ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വേറൊന്നുമല്ല, തായ്ലൻഡിലുള്ള ഫ്ലോട്ടിംഗ് വില്ലേജായ കോപാനി ഐലൻഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. തികച്ചും കടലിനു മുകളിൽ 300ഓളം ഫാമിലി താമസിക്കുന്ന ഒരു വില്ലേജിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കോപാനി എന്ന തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് ഗ്രാമം ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് മത്സ്യത്തൊഴിലാളികൾ യാദൃശ്ചികമായി നിർമ്മിച്ച ഒരു ഗ്രാമമാണ് ഇത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം വിനോദസഞ്ചാരം തന്നെയാണ്. കോൺക്രീറ്റ് ഫില്ലറുകളിൽ പണിത 300ഓളം വീടുകൾ, അതോടൊപ്പം ഒരു പള്ളി, സ്കൂള്, പിന്നെ വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ടും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ഐലൻഡ് തായ്ലൻഡിൻ്റെ ഭംഗി നിലനിർത്തി അതേ രൂപത്തിലാണ് പണിതേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ഇത് കൊള്ളാലോ. അവിടെ വെള്ളമാണ്, വെള്ളത്തിൻ്റെ മുകളിലാണ് പണിതേക്കുന്നത്. എവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് എവിടെയാണെന്ന് നോക്കാം. ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾക്ക് ഫുഡ്. ഇത് നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തൊക്കെ ചെയ്തതാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കടലിൻ്റെ മുകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വമ്പൻ ഹോട്ടലാണിത്. എന്ന് വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ അടിയിൽ കടലാണ്. നേരെ താഴേക്ക് വയ്ക്കുക. ഇത് കണ്ടോ, കടലിൽ വലിയ ഫില്ലറുകൾ വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. ഈ വമ്പൻ ഹോട്ടൽ, അതും തായ്ലൻഡിൻ്റേതായ ആ ശൈലിയിൽ തന്നെയാണ് ഇവർ ഈ ഹോട്ടൽ പണിതേക്കുന്നത്. പുള്ളി തന്നെ ഈ ഹോട്ടലുകൾ കംപ്ലീറ്റ് നമ്മുടെ ഗൈഡ് കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. Just keep walking. When follow me, let me show you from there. From there. When later you can take your family and you take time here, okay? Oh, okay. Because you have enough time to walking. You can walk to see how they can survive around here. What is the main occupation for the lady, for the guy here, and looking to today Friday, like looking to the kindergarten or school here. They always have the shop like this. Okay. Walk inside, okay? Okay. Thank you so much. Go to your family. Yeah, of course. Okay, let me go. ഇതൊരു ഐലൻഡാണ്. ഐലൻഡ് അകത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു പൂച്ച. വേറെ ഒന്നും കേട്ടോ, ഈ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ ഹോട്ടൽ കണ്ടതുപോലെ തന്നെയാണ് ഈ ഐലൻഡും. ഈ ഐലൻഡ് കംപ്ലീറ്റ് ആയിട്ട് കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഐലൻഡാണ്. എന്നാ താഴേക്ക് ഒക്കെ കാണാം, ഉണ്ടോ? നോക്കിയാൽ കാണാം, ഇതിൻ്റെ ബാക്കിൽ കടലാണ്. ഈ കടലിലാണ് ഈ ഐലൻഡ് നിൽക്കുന്നത്. പേളാണ് ഇവിടെ കൂടുതലും വിൽപ്പനയ്ക്കുള്ളത്. ഇപ്പം ഞങ്ങളൊരു ഐലൻഡിൽ പോയപ്പോൾ ഒരു ഏരിയയിൽ പ്രവേശനം നിരോധിച്ചേക്കാറുണ്ട്. കാരണം അവർ പറഞ്ഞത് തേള് വളരുന്ന സമയമാണത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണാർത്ഥം ആ ഭാഗം ക്രോസ് ചെയ്യണം. അതിലുള്ള യാത്രയോ ബോട്ട് യാത്രയൊക്കെ നിർത്തിയേക്കാറുണ്ട്. ഇത് കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നുന്നു. ഒരു ഐലൻഡ് കംപ്ലീറ്റ് കടലിന് മുകളിൽ ഒരു പണിതുണ്ടാക്കിയാണ്. ഫ്ലോട്ടിംഗ് വില്ലേജ് എന്ന് തന്നെ പറയണേ. ഫ്ലോട്ടിംഗ് വില്ലേജ് കംപ്ലീറ്റ് കടലിലെ ഉൽപ്പന്നങ്ങളാണ് കംപ്ലീറ്റ് ഇവിടെ. പേള്,
അതുപോലെ തന്നെ കക്കകൾ ഇങ്ങോട്ടുണ്ടാക്കിയ മാല. എല്ലാം ഉണ്ട്. ഇതൊക്കെ ചട്ട കൊണ്ടുണ്ടാക്കിയതാണ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് കരകൗശല ഉൽപ്പന്നങ്ങളാണ് കംപ്ലീറ്റ്. ഈ ഫ്ലോട്ടിംഗ് വില്ലേജിൻ്റെ താഴേക്ക് നോക്കിയാൽ ഇങ്ങനെ കാണുന്നത് ഇതെന്താ, ഇതിൻ്റെ മുകളിലാണ് അവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിതിച്ചാണ്. ഹായ്, ഇതെല്ലാം ഇവരുടെ സ്വീറ്റ്സാണ് കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു വലിയൊരു വില്ലേജാണ് കേട്ടോ. ഇതിനകത്ത് സ്കൂളുകളുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ഒരു സ്കൂളാണ്. അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പിള്ളേരും കാണാം സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ. എന്തോ ഒരു മീനാണത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കിലോമീറ്ററുകളായിട്ടോ നടക്കാൻ തുടങ്ങിയിട്ട്. ചെടികളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ചട്ടികൾ നട്ടാണ് നല്ല ചെടികൾ. കപ്പങ്ങ വരെ നിൽക്കുന്നു ഇവിടെ ചട്ടിയിൽ. ഇതൊരു മിനി കടയാണത്. ഇത് അലക്കണ സ്ഥലം. വാഷിംഗ് മെഷീനാണ് ഇരിക്കുന്നത്. ഒരു വീട്. ഇതിപ്പോൾ ഒരു വീട് പണിയണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, പുതിയതായിട്ട് പണിയുന്നൊരു വീടാണ് ഈ കാണുന്നത്. ഇത് ഒരു നമ്മുടെ നാട്ടിലെ ഒരു പലചരക്കട എന്ന് പറയാം. മുട്ട, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടും നീങ്ങി കിടക്കുന്ന ഒരു റോഡ്, ഇങ്ങോട്ടും നീണ്ടു കിടക്കുന്നു. ഇതൊരു സാധാരണ ഇത് കണ്ടിട്ടൊരു പൈസക്കാരൻ്റെ വീട് പോലെ തോന്നുന്നുണ്ട്. കാണാൻ കൊള്ളാവുന്നൊരു വീടാണ്. ഇതൊരു പച്ചക്കറിക്കടയാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, സവാള തൊട്ട് എല്ലാം ഇരിപ്പുണ്ട്. ഉണക്കമീൻ, പേടിച്ച് പോണേ. ഇത് എൻ്റാണ്, കടലിൻ്റെ എൻ്റെ. അപ്പോൾ അതും കൂടി ഒന്ന് എടുക്കാമെന്നോർത്ത് വന്നതാണ്. ഉണ്ടോ, അടിപൊളി കാഴ്ചകൾ കേട്ടോ. സൂപ്പർ കാഴ്ചകൾ. ഇതാണ് സ്കൂൾ കേട്ടോ. ഇത് പിള്ളേർ പഠിക്കുന്ന സ്കൂളാണത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുകളിലേക്ക് നോക്കി കാണാം ഒരു മോസ്കുണ്ട്. മിനി റെസ്റ്റോറൻ്റാണത്. ഇത് റെസ്റ്റോറൻ്റാണത്. ഇതും അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻ്റാണ്. ഇതുണ്ടോ, എഴുതിച്ചിട്ടുണ്ട് സൈഡിൽ. അങ്ങോട്ട് നടന്നാൽ അവിടെ സ്കൂളുണ്ട്, മോസ്കുണ്ട്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണല്ലോ. ഓക്കെ. സ്കൂളാണ്, പിള്ളേരുടെ സ്കൂള്. പിള്ളേർ പഠിക്കുന്ന പെൻസിലുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കണം. ക്ലാസ് കഴിഞ്ഞു പിള്ളേരെല്ലാവരും പുറത്തേക്ക് പോകണം.
ഇവിടുത്തെ പിള്ളേരാണത്. ഇവിടുത്തെ പിള്ളേരെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സ്കൂളാണോ ഈ കാണുന്നത്. ഇത് കളിസ്ഥലം, അതും കടലിൻ്റെ മുകളിൽ തന്നെ പണിതേക്കണത്. ഇത് സ്കൂളിൻ്റെ ഭാഗം തന്നെ. പിള്ളേരെ കാണുന്നത്, പിള്ളേരെ വെച്ചിട്ട് എന്തോ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടത്. ഗ്രേഡ് 1 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ടീച്ചർമാരാണ് ഈ നടന്നു വന്നത്. നമ്മുടെ നാട്ടിലെ പോലെ സ്കൂളിന് മുമ്പിൽ ഐസൊക്കെ വിൽക്കാൻ വെച്ചേക്കണം. പിള്ളേർ കഴിക്കണം. ഇത് സ്കൂളിൻ്റെ അകമുണ്ടായി കാണണം. സ്കൂളിൻ്റെ അകമാണ്. ഇതൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കാനുണ്ടോ. വലിയൊരു വില്ലേജാ അത്. മീനിൻ്റെ വിഭവങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം മീനാണ് കേട്ടോ. ഒത്തിരി വലിയ സ്റ്റോറുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട ചെറിയ ചെറിയ സ്റ്റോറുകളാണെങ്കിൽ ഈ കാണുന്നതെല്ലാം വലിയ വലിയ സ്റ്റോറുകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റോറുകളാണ്. ഒരു കൊച്ചു സ്കൂൾ കഴിഞ്ഞ് പോകണുണ്ടോ ഐസൊക്കെ തിന്ന്. പച്ചക്കറി വെക്കണൊരു കട. ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ പച്ചക്കറികൾ. ഇതിനകത്ത് ഫ്രൂട്ട്സൊക്കെ വെക്കുന്നൊരു കട. ഫ്ലോട്ടിംഗ് വില്ലേജിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അതിശയമായിട്ട് തോന്നിയത് കംപ്ലീറ്റ് കടലിൻ്റെ മുകളിലുള്ള ഒരു വില്ലേജ്. ഈ വില്ലേജിൽ 100 കണക്കിന് വീടുകളുണ്ട്. അതുപോലെ തന്നെ സ്കൂളുണ്ട്, മോസ്കുണ്ട്. അവർക്കാവശ്യമായ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കുറച്ച് വളരെ ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഇവരിവിടെ വിൽക്കുന്നത്. അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കടകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.